ഹലോ. വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നപ്പോഴാണ് ഈ മീൻ കൂട്ടം കണ്ടത്. അപ്പം ഞാനും വാങ്ങി 1/2 കിലോ മീൻ. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെട്ടി വെച്ച ശേഷം കുളിയും കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കയറി. അങ്ങനെ മീൻ വറക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കറിയൊക്കെ പതിവ് പോലെ കുറവായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ വറക്കാനായിട്ട് സാധാ മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ചെടുത്ത് നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് പുരട്ടി കൊടുത്ത് കുഞ്ഞയിലയായിരുന്നേ അങ്ങോട്ട് വറക്കാൻ മാറ്റി വെച്ച ശേഷം കുറച്ച് പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് തൈരെടുത്ത് മിക്സിയുടെ വലിയ ജാലൊക്കെ ഇട്ട് അതൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടി വിചാരിച്ചു. അതിൽ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പുളി നന്നായിട്ട് കുറഞ്ഞിരിക്കും. അങ്ങനെ നമ്മൾ തൈര് അങ്ങോട്ട് അടിച്ച് മാറ്റി വെച്ച ശേഷം അരപ്പ് റെഡിയാക്കി മഞ്ഞപ്പൊടി, മുളക് പൊടി ഒക്കെ പച്ചമുളകും ഇഞ്ചിയും എല്ലാം വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കേട്ടോ. അങ്ങനെ അരപ്പ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് നമ്മൾ അടിച്ചു വെച്ച് നമ്മുടെ തൈര് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഒരുപാട് തിളച്ച് പോകണ്ട. തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. ലാസ്റ്റ് കുറച്ച് ഉരുവാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മോര് കറിയുടെ റെഡി. ചിലർ പുളിശ്ശേരി എന്ന് പറയാം കേട്ടോ. അപ്പോൾ എന്താണ് രണ്ട് സെയിം ആണ്. അപ്പോൾ അങ്ങനെ പുളിശ്ശേരി റെഡിയാക്കി ഞാൻ മീനും വറുത്തും. അങ്ങനെ രാവിലെ വെച്ചാൽ തോരൻ ഉണ്ടായിരുന്നു. അപ്പോൾ തോരനോട് കൂട്ടി വൈകുന്നേരം കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനും എല്ലാ പരിപാടിയും കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ചോറ് എടുത്ത് പാത്രത്തിലേക്ക് എടുത്ത് നമ്മുടെ തോരനും പുളിശ്ശേരി കൂട്ടി കഴിക്കുവാൻ അടിപൊളിയാണ്. ഇത്രയേ ഉള്ളൂ. ബായ്.